മറ്റു വാർത്തകളിലേക്ക്. ഡിജിറ്റൽ ടെക്നിക്കൽ സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനത്തിൽ ഗവർണറുടെ അപ്പീൽ ഡിവിഷൻ ബെഞ്ചും തള്ളിയതിന് പിന്നാലെ വീണ്ടും പട്ടിക നൽകാൻ ഒരുങ്ങി സർക്കാർ. പുതുക്കിയ പാനൽ ഇന്ന് തന്നെ ഗവർണർക്ക് നൽകും. താൽക്കാലിക VC നിയമനത്തിൽ നിയമപരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് രാജ്ഭവൻ. ഇന്നലത്തെ ഹൈക്കോടതി വിധിയോടെ രണ്ടിടങ്ങളിലും VCമാരില്ല. സെയ്ഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങൾ നൽകും. സെയ്ഫ്, ഹൈക്കോടതിയിലെ അപ്പീലിൽ ഗവർണർക്ക് പൊള്ളുന്നു, അതുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോകാനില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് വന്നിട്ടുണ്ടോ? നേരത്തെ സർക്കാർ കൊടുത്ത ലിസ്റ്റിനെ മറികടന്നുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു തീരുമാനമെടുത്തിരുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ലിസ്റ്റ് വെച്ച് തന്നെ മുന്നോട്ട് പോകാനല്ലേ പുതിയ ഗവർണർ ചാൻസലറുടെ നീക്കങ്ങൾ? സംസ്ഥാന സർക്കാർ പട്ടിക കൊടുക്കുന്നുണ്ട്. 3 പേര്, ഓരോ സർവകലാശാലയിലേക്ക് 3 പേരുടെ പട്ടിക വെച്ചാണ് നൽകുന്നത്. KTUയിലേക്ക് 3 പേരുടെ പേര് നൽകും. അതുപോലെ തന്നെ ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് 3 പേരുടെ പേര് നൽകും. അങ്ങനെ 6 പേരുടെ പട്ടിക സംസ്ഥാന സർക്കാർ കൈമാറാനാണ് സൈഫുദ്ദീൻ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഇന്ന് തന്നെ കൈമാറണം എന്നുള്ള നിർദ്ദേശം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. വകുപ്പ് സെക്രട്ടറി അടക്കമുള്ളവർക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ ആ പട്ടിക കൈമാറുകയും ചെയ്യും. അതേസമയം തന്നെ രാജ്ഭവൻ ചില നിയമ വശങ്ങൾ ഇതിനകത്ത് പരിശോധിക്കുന്നുണ്ട്. ഒന്ന്, സിംഗിൾ ബെഞ്ചിൽ നിന്ന് തിരിച്ചടി നേരിട്ടു, ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് തിരിച്ചടി നേരിട്ടു. അതിനകത്ത് ഇനി അപ്പീൽ പോകണമോ വേണ്ടയോ എന്നുള്ള കാര്യം രാജ്ഭവൻ പരിശോധിക്കുന്നുണ്ട്. അതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കുന്നുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. 2 കാര്യങ്ങളാണ് അതിന് ചെയ്യാൻ കഴിയുക. ഒന്നുകിൽ അപ്പീൽ പോവുക, അല്ലെങ്കിൽ ആ പട്ടിക സംസ്ഥാന സർക്കാർ നൽകുമ്പോൾ അതിൽ നിന്ന് നിയമനം നടത്തുക. അത് ചെയ്യണമോ അതോ നിയമ പരിശോധന നടത്തിക്കൊണ്ട് അപ്പീൽ പോകണമോ എന്ന കാര്യത്തിൽ ഒരു വിദഗ്ധമായ ഉപദേശം രാജ്ഭവൻ അല്ലെങ്കിൽ ഗവർണർ അതിനകത്ത് തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. എന്നാലും ഇന്ന് അതിനകത്ത് ഒരു വ്യക്തത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. സംസ്ഥാന സർക്കാർ പക്ഷേ നിയമപരമായി അതിനകത്ത് സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പട്ടിക നൽകുക എന്നുള്ളതാണ്. അത് ഇന്ന് തന്നെ കൈമാറും. അതിന്റെ അടിസ്ഥാനത്തിൽ നിയമനം ഗവർണർ നടത്തും. 2 ഇടത്തു നിന്ന് തിരിച്ചടി നേരിട്ട പശ്ചാത്തലത്തിൽ ചാൻസലർ എന്ന നിലയിൽ ഗവർണർ ആ നിയമനം നടത്തുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ സംസ്ഥാന സർക്കാർ ഉള്ളത്. സൈഫുദ്ദീൻ. ശരി സൈഫ്.